ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എൻ വ്ളോഗ്. അങ്ങനെ നമ്മൾ ഗ്രീസിന് ശേഷം ഇനി നമ്മൾ 5th കൺട്രിയിലോട്ടാണ് പോകുന്നത്. എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായ ഫ്രാൻസിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പാരീസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മെട്രോ വഴിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഓരോരോ ഡെസ്റ്റിനേഷനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് എത്തിയതുകൊണ്ട് നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ആദ്യം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലൂവ്രെ മ്യൂസിയം, വേൾഡ് ഫേമസ് ആയ മ്യൂസിയത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അങ്ങനെ മെട്രോ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്. നമ്മൾ കയറിയത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് കയറിയ സ്റ്റോപ്പാണിത്. ഇവിടെ നിന്ന് നമുക്ക് 2 മിനിറ്റാണ് ട്രെയിനിന് കാണിക്കുന്നത്. ഇപ്പോൾ 0 minutes ആയി ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സെക്കൻഡ് ട്രെയിനാണ് ഡയറക്റ്റ്ലി ടു ലൂവ്രെ മ്യൂസിയം. ദിസ് ഈസ് ആ ട്രെയിൻ. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. നിർത്തി ഉടനെ കയറും. അപ്പോൾ നമ്മൾ 2 ട്രെയിനും കൂടെ ഒറ്റ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ മതി. ഇവിടെ തുടക്കത്തിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കയറുവാണ്. ഇവിടെ എല്ലാം മെട്രോ ആണ്. എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, വെൽ കണക്റ്റഡ് ആണ് എല്ലാ സിറ്റീസും തമ്മിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമസ് ലൂവ്രെ മ്യൂസിയം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു മെട്രോ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് നമ്മൾ ബാക്കിലാണ് പോയത്. ഇത് പിരമിഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കയറിയാൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മുൻഭാഗം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ അകത്തുള്ള വീഡിയോസ് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഗൈസ്, നമ്മൾ ലൂവ്രെ മ്യൂസിയത്തിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് കയറിയത്. അങ്ങനെ നമുക്ക് മെട്രോയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് എത്തേണ്ട വഴി നമുക്ക് മാറിപ്പോയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നടന്ന് ക്ഷീണിക്കും എല്ലാം കണ്ടു കഴിയുമ്പോൾ. പിന്നെ എല്ലാം റൈറ്റിങ്സിൻ്റെ താഴെ എല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വായിച്ച് പ്രത്യേകം പോകണം. നമുക്ക് ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരത്തെ bookings.com വഴി എല്ലാം പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത് എൻട്രൻസിൽ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഗേറ്റ് വിട്ടത്. കുറേ ആൻറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ആർക്കിടെക്ചറായിരുന്നു. അതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കാർവിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഈ ഒരു റൂമായിരുന്നു എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. കാരണം ഭയങ്കര ഭംഗിയായിരുന്നു. നമുക്ക് സീലിങ്ങിൽ വേറെ ഇതായിരുന്നു, അവരുടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. നമ്മുടെ വേൾഡ് ഫേമസ് ആയ മൊണാലിസേൻ്റെ വേ ആണ് അവിടെ വച്ചിരിക്കുന്നത്, അങ്ങോട്ടേക്കുള്ള വേ. ഈ ഒരു ഏരിയ ഭയങ്കര ഒരുപാട് പിക്ചേഴ്സിന് ഞാൻ കണ്ടിട്ടുള്ളൊരു റൂമാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത്. ഇതാണ് നമ്മുടെ മൊണാലിസ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്കിത് കാണുമ്പോൾ. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു.
കാണാമല്ലോ. അതിൻ്റെ ഏറ്റവും ബാക്കിലാണ് നമ്മുടെ മൊണാലിസ ലിയോണാർഡോ വിൻസിയുടെ വേൾഡ് ഫേമസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ബുക്കിൽ മാത്രം ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ളത് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. വേറെ ഒരു പെയിൻറ്റിങ്സിന് മുന്നിൽ ഇത്രയും തിരക്കില്ല, എല്ലാവരും ബോറടിച്ച് നടക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഒരു ഫോട്ടോ തന്നെ എടുക്കുന്നത്. ഇത്രയും ഫേമസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. നമുക്ക് എല്ലാം കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കും. അങ്ങനെ നമ്മൾ അവസാനം ഡിന്നർ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോവുകയാണ്.